ഒരു നുണ പറയുക, അത് ആവർത്തിക്കുക, അങ്ങനെ സത്യമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. നുണകൾ കൊണ്ട് ഒരു വ്യവസ്ഥിതിയെ, ഒരു ഭരണകൂടത്തെ താങ്ങി നിർത്തുക. ഇത് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ജോസഫ് ഗീബൽസ് ആണ്. ഹിറ്റ്ലറുടെ വലങ്കൈ, അദ്ദേഹത്തിൻ്റെ പ്രചാരണ വകുപ്പ് മന്ത്രി. ഇവിടെ ഹിറ്റ്ലറുടെ സ്വന്തം അനുയായി നരേന്ദ്രമോദിയുടെ ഭരണത്തെ താങ്ങി നിർത്താൻ നുണകളുടെ കൊട്ടാരം പണിയുകയാണ് കേന്ദ്രമന്ത്രിമാർ. അവർ മത്സരിക്കുകയാണ്. അതാണ് ഇന്നലെ നിർമ്മലാ സീതാരാമനിലൂടെ പാർലമെന്റിൽ കേട്ടത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ വികസന വിരോധികളാണെന്നും കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലിരുന്നാൽ കേരളത്തിലേക്ക് നിക്ഷേപം വരുന്നില്ലെന്നുമാണ് അവർ ബജറ്റ് ചർച്ചകളുടെ മറുപടിയിൽ പച്ചക്കള്ളം പറഞ്ഞത്. കേട്ടു നോക്കൂ. इंडस्ट्री ग्रुप 3,500 करोड़ का इन्वेस्टमेंट को उधर से हटाया और चले गए दूसरे. സത്യത്തിൽ RSS ആയാൽ ഇതും ഇതിലപ്പുറവും പറയും. കാരണം നിർമ്മല കൂടി അംഗമായ ഈ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച വ്യവസായ വളർച്ചയാണ് കേരളത്തിലേത്. ഒന്നല്ല, ഒന്നിലേറെ തവണ. നമുക്ക് നോക്കാം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സിൽ 28ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മുൻനിരയിലുള്ള സംസ്ഥാനമാണ്. 2022 റാങ്കിങ്ങിലാണ് ആദ്യമായി കേരളം ടോപ്പ് അച്ചീവർ പദവി കൈവരിച്ചത്. ഇതിനു ശേഷം നടന്ന തൊട്ടടുത്ത റാങ്കിങ്ങിലും ഇതേ സ്ഥാനം ചാഞ്ചാട്ടമില്ലാതെ കേരളത്തിന് നിലനിർത്താനായി. 2025 അതിവേഗത്തിൽ വളരുന്ന വ്യവസായ രംഗമുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുൻനിരയിലുള്ള ഫാസ്റ്റ് മൂവർ പട്ടികയിലാണ് കേരളം. 2024 ബിസിനസ് ഓറിയന്റഡായ 2 മേഖലകളിലായിരുന്നു കേരളം ഒന്നാമതെങ്കിൽ ഇത്തവണ 4 മേഖലകളിൽ കേരളം ഒന്നാമതെത്തി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ വ്യവസായ സൗഹൃദ നില വിലയിരുത്തുന്ന പ്രധാന സങ്കേതമാണ് കേന്ദ്ര വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള DPIITയുടെ മാർഗനിർദ്ദേശപ്രകാരം നടത്തപ്പെടുന്ന സ്റ്റേറ്റ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ. ഇവിടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനമായി 2 തവണയും കേരളം അംഗീകരിക്കപ്പെട്ടു. ഒരു പരിഷ്കാര മേഖലയ്ക്ക് 95% അനുകൂല പ്രതികരണം ലഭിച്ചാൽ മാത്രമാണ് ആ മേഖല ടോപ്പ് അച്ചീവർ പദവി നേടുക. ഇപ്രകാരം കേരളം 9 മേഖലയിൽ ടോപ്പ് അച്ചീവർ പദവി കരസ്ഥമാക്കി. അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ നോവൽ ഇന്നൊവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം നേടുന്ന പദ്ധതിയായി കേരളത്തിൻ്റെ വ്യവസായ സംരംഭക വർഷം തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കൻ സൊസൈറ്റിയുടെ 87 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പദ്ധതി ഈ അംഗീകാരം നേടുന്നത് ആദ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ദേശീയ വ്യവസായ അവലോകന യോഗത്തിൽ ഇന്ത്യയിലെ MSM ഈ രംഗത്തെ ഏറ്റവും മികച്ച പദ്ധതിയായും, അതായത് ബെസ്റ്റ് പ്രാക്ടീസ്, തിരഞ്ഞെടുക്കപ്പെട്ടു. ദാവോസിലെ വേൾഡ് എക്കണോമിക്സ് ഫോറത്തിലും കേരളത്തിന് പ്രശംസ ലഭിച്ചു. ഇനി നമുക്ക് നിക്ഷേപങ്ങളുടെ കണക്ക് നോക്കാം. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഭാഗമായി 449 കമ്പനികളിൽ നിന്നായി 1.96 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ആ വേദിയിൽ തന്നെ ലഭിച്ചു. കേവലം 10 മാസത്തിനുള്ളിൽ നിക്ഷേപ വാഗ്ദാനം നൽകിയ 104 വൻകിട കമ്പനികൾ അവരുടെ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചു. 35,463.070 കോടി രൂപയുടെ നിക്ഷേപവും 50,483 തൊഴിലവസരങ്ങളും ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. നിക്ഷേപ വാഗ്ദാനങ്ങൾ യഥാർത്ഥ നിക്ഷേപങ്ങളാക്കി മാറ്റുന്നതിന് വിപുലമായ പിന്തുണാ സൗകര്യം കേരളത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വ്യവസായ വളർച്ചയ്ക്ക് വമ്പൻ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇതുവഴി ഒരുക്കിയിട്ടുള്ളത്. ഏതൊക്കെയാണ് ഈ കമ്പനികൾ എന്ന് നമുക്ക് നോക്കാം. ചെറിയ ടീംസ് അല്ല കേട്ടോ, ലോകോത്തര ഭീമൻ കമ്പനികൾ തന്നെയാണ് കേരളത്തിൽ നിക്ഷേപത്തിനെത്തിയത്. അതിൽ ചിലത് ഇവയാണ്: IBM, HCL ടെക്, നോവ, INC, സ്ട്രാഡ ഗ്ലോബൽ, ഡിസ്പേസ്, സാഫ്രാൻ, ആക്ടിയ ടെക്നോളജീസ്, സിന്തറ്റ്, അറ്റാച്ചി തുടങ്ങി 30-ലധികം പ്രധാന കമ്പനികൾ തന്നെ നിക്ഷേപം നടത്തി. ദാവോസിലെ വേൾഡ് എക്കണോമിക് ഫോറം അംഗീകരിച്ച പ്രധാന പദ്ധതികളിൽ ആദ്യത്തേത് 18,000 കോടി രൂപ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന കേരളത്തിലെ ഹൈഡ്രജൻ വാലിയാണ്. IBMന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരേ നഗരത്തിൽ 2 വർഷത്തിനിടെ 2 പദ്ധതികൾ ആരംഭിച്ചത് നമ്മുടെ ഈ കേരളത്തിലാണ്. അങ്ങനെ 2 ട്രില്യൺ വ്യവസായ നിക്ഷേപമാണ് കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. തുറമുഖ ലോജിസ്റ്റിക് മേഖലകളിലായി 30,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ്. ഹൈലൈറ്റ്സ് ഗ്രൂപ്പ് നിക്ഷേപം 10,000 കോടി രൂപയുടേതാണ്.
5000 കോടി നിക്ഷേപം ലുലു ഗ്രൂപ്പിൻ്റേതായുണ്ട്. അടിസ്ഥാന സൗകര്യ മാനുഫാക്ചറിംഗ് മേഖലകളിൽ 60,000 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികൾ കേരളത്തിൽ വരും. ടെക്നോളജി ആൻഡ് ഇന്നവേഷൻ കെയ്ൻസ്, SFO ടെക്നോളജീസ് ഉൾപ്പെടെ കമ്പനികൾ 5000 കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിൽ നടത്തുന്നത്. വെറുതെ ഇങ്ങ് വന്നതല്ല ഇതെല്ലാം കേട്ടോ. അതിനുള്ള അന്തരീക്ഷം, വ്യവസായ സൗഹൃദാന്തരീക്ഷം നമ്മൾ ഒരുക്കിയതിൻ്റെ ഫലമാണ് ഈ നേട്ടം. പൊതുമേഖലാ വ്യവസായങ്ങളെയും പരമ്പരാഗത വ്യവസായങ്ങളെയും ഒരു ഭാഗത്ത് നമ്മൾ ശക്തിപ്പെടുത്തി ലാഭകരമാക്കി. കേന്ദ്രം പൊതുമേഖലാ വ്യവസായങ്ങൾ അടച്ചുപൂട്ടുമ്പോൾ, വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ കേരളം അതിനുള്ള ബദലാണ് സൃഷ്ടിക്കുന്നത്. കേന്ദ്രം വിൽപ്പനയ്ക്ക് വെച്ച HNL പോലുള്ള വ്യവസായശാലകൾ കേരളം വാങ്ങി നവീകരിച്ച് അവിടെ ഉൽപ്പാദനം ആരംഭിക്കുന്നു. സ്വകാര്യ സംരംഭകരെ ആകർഷിക്കാനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു. വ്യവസായ നിക്ഷേപത്തിന് ആകർഷകമായ ഇളവുകൾ നൽകി. ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റുകൾ നടത്തി. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. ഇതിൽ പ്രധാനമാണ് കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി. 2034 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ 1ാം നിര വ്യവസായ നിക്ഷേപ ലക്ഷ്യമാക്കുന്നതിനുള്ള കുതിപ്പിലാണ് കേരളം. അതിന് പാരവെക്കരുത് എന്ന് മാത്രമേ നിർമ്മല സീതാരാമനോട് ഞങ്ങൾ കേരളീയർക്ക് പറയാനുള്ളൂ.